ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചിക്കൻ സ്പ്രിംഗ് റോളാണ്. ഷീറ്റ് ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം ഫില്ലിങ് തയ്യാറാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യാറുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 സവാള, നല്ല വലിയ സവാള 3 നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് വഴറ്റുന്നത്. കുറേ സമയത്ത് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ 2 വലിയ ക്യാരറ്റ് അതേപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചത് അതും ചേർത്ത് ഇളക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു റംദാൻ പ്രിപ്പറേഷനിൽ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തതാട്ടോ. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ ഒരു നീരാവി ഇങ്ങനെ വരുന്നത്, പുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ പോവും. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ സ്പ്രിംഗ് ഓണിയനാന്ന് പറഞ്ഞില്ലേ, അത് ചിക്കൻ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ ക്യാപ്സിക്കം ചേർക്കാം. അത് നീളത്തിൽ അരിഞ്ഞ് ചേർത്താൽ മതി. ഇത് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു കൊണ്ടാണ് പൊടിയായി അരിഞ്ഞത് കേട്ടോ. 2 കളറുള്ള ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഏതാ ഉള്ളത് അതിട്ടാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം ഉള്ളെങ്കിൽ അതിട്ടാലും മതി. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലിടില്ല. അപ്പോൾ കുരുമുളക് പൊടീൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ല ഹൈയിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് സോസുകൾ ചേർക്കാം. ടൊമാറ്റോ സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1/2 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്തത്. അപ്പോൾ ഇത്രയും മതി സോസുകൾ. അത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോകും. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിൽ ചേർക്കാം. അപ്പോൾ ഞാനൊരു 1/4 കിലോ ചിക്കനാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് കേട്ടോ. ഇത്രയും അളവിൽ 1/4 കിലോ ചിക്കൻ മതിയാവും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം, അതല്ലെങ്കിൽ ഇങ്ങനെ വാടിക്കൊഴിഞ്ഞു പോകുമല്ലാതെ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ, നല്ല തീയിൽ വെച്ച് ചെയ്താൽ. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് റോൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിന്നായിട്ടുള്ള ഓരോ ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത ഷീറ്റ് കുറച്ച് കീറിപ്പോയിരുന്നു. കുഴപ്പമില്ല, അത് നമ്മൾ മടക്കണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 2 രീതിയിൽ മടക്കാം. ഒന്നുകിൽ ഇതിങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് മടക്കിയെടുക്കാം. 2 സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ആ ഒരു മൈദ പേസ്റ്റ് തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതല്ലാതെ ശരിക്കത്തെ സ്പ്രിംഗ് റോളിൻ്റെ മടക്കുന്ന രീതിയാണെങ്കിൽ അത് സ്ക്വയറിൽ തന്നെ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ താഴെ ഫില്ലിങ് വെക്കാം. എന്നിട്ട് ആദ്യം മുകളിൽ നിന്ന് ഒന്നും കൂടെ ചുറ്റി മടക്കാം. എന്നിട്ട് 2 സൈഡും മടക്കുമ്പോൾ കുറച്ച് ബാക്കിലാക്കിയിട്ട് വേണം മടക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ഭാഗം ബാക്കിലാക്കണം. എന്നാലാണ് നമ്മൾ ആ അറ്റത്തെത്തുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഒരു ലൈന് കറക്റ്റായിട്ട് വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആദ്യമേ സ്ട്രെയിറ്റ് ആയിട്ട് മടക്കി കഴിഞ്ഞാൽ അറ്റെത്തുമ്പോൾ അതൊരു ഈവണായിട്ട് നിൽക്കില്ല. അങ്ങനെയാണ് ഇങ്ങനെ 2 സൈഡും നല്ല ഭംഗിയിൽ വരും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. മുകളിൽ ഫില്ലിങ് വെക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് റോൾ ചെയ്യുക. ഇനി 2 സൈഡും മടക്കുമ്പോൾ കുറച്ച് ബാക്കിലാക്കിയിട്ട് മടക്കുക. ബാക്കിലേക്ക് ഒരു ചെറിയ പീസ് വരണ പോലെ, അങ്ങനെ ചെറിയൊരു ഭാഗം ബാക്കിലേക്ക് വരണ പോലെ, എന്നാലാണ് ഈ അറ്റത്തെ ഭാഗം ഈവണായിട്ടുണ്ടാവണം. എന്നിട്ട് അതൊന്ന് ചുരുട്ടി മടക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള റോൾസ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് കവറിലാക്കിയിട്ടൊക്കെ സിപ്ലോ കവറിലാക്കിയിട്ട് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളതാക്കി ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊന്നുകിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് അത് പൊരിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.